ജനനായകൻ നമ്മുടെ ദളപതി വിജയുടെ ഒഫീഷ്യലി ഉള്ള ലാസ്റ്റ് പടം. അതായത് അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പടത്തിൻ്റെ ട്രെയിലർ ഞാനൊരിക്കലും വിചാരിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് പടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പടത്തിൻ്റെ ട്രെയിലർ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വരുമെന്നൊക്കെ. ഒരു ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. എച്ച് വിനോദാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്നാലും അണ്ണം വളരെ പെട്ടെന്ന് പോകുന്ന പോലൊരു തോന്നൽ. എന്നാലും നമുക്ക് ആദ്യം ട്രെയിലർ കാണാം. ഫോൺ ബില്ലടിക്കുന്നു. ഓ തൊട്ടത് ഇല്ല, അത് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഉഫ്, ദളപതി அதுதான். അയ്യോ, സെറ്റ് വരെ അത് തന്നെ അല്ലേ? ഓക്കേ, ഓം பின்னாடி ஏதோ பெருசா ஒன்று அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்றேன்னு இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. സെറ്റ് ഒന്ന് മാറ്റി പിടിക്കായിരുന്നു. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்போ கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். ഈ പാട്ട് ഇന്നലെ ഇറങ്ങി, ഭയങ്കര നല്ല രസമുള്ളൊരു പാട്ട്. திரும்பி போற ஐடியாவே இல்லை. ഉഫ്, I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்குறானா கொள்ளை ഓ അതെന്തുവാ അത് പുതുസാ ഇருக்கு. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തെലുഗു പടം ഭഗവൻ കേസരിയുടെ ഒഫീഷ്യൽ ഇതല്ല ആണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതത് തന്നെയാണ്, ഭഗവൻ കേസരിയുടെ റീമേക്ക് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് വന്ന അയൺമാനൊക്കെ എന്താണെന്നുള്ളത്. ആ പടത്തിൽ അയൺമാൻ ഉണ്ടായിരുന്നു, കെമിയോ. അതിനകത്ത് ഒരു അദ്ദേഹം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഇനി അയൺമാനും കൂടെ വേണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഒരു ദളപതി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് ആളുകളിങ്ങനെ സെയിം രക്ഷകൻ റോളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിൽ അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണാൻ അതിന് എന്തൊക്കെ പറഞ്ഞു, എന്ത് മോശം പടമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അതിന് ആര് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ മൂവി എന്ന് പറഞ്ഞപ്പം ഒരു മിനിമം ഒരു അറ്റ്ലിയെങ്കിലും ആ ഒരു പടം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ചെറിയൊരു കാലയളവിലായിരിക്കുമല്ലോ ഇതൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അത് പറ്റാത്തതുകൊണ്ടായിരിക്കാം. ഭഗവൻ കേസരി എടുത്തത് അതിനകത്ത് കുറച്ച് റെഫറൻസുകളും, ഭഗവൻ കേസരി കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് നമ്മുടെ ബാലകൃഷ്ണ അദ്ദേഹത്തിൻ്റെ പഴയ പടങ്ങളുടെയൊക്കെ കുറച്ച് റെഫറൻസുകളൊക്കെ വെച്ചിട്ടാണ് ആ പടം വന്നേക്കുന്നത്. സോ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇതിനകത്ത് പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം ഒരു പരിധിക്കപ്പുറത്തോട്ട് ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും കുറച്ച് പരിപാടികളൊക്കെ അവർ ഡയലോഗിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ എനിക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ഫെയർവെൽ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നു എന്ന് എനിക്ക് എപ്പോഴും ആലോചിക്കാറുണ്ട്.
ഈ ഒരു പടം മോശമാണെന്നോ ഭഗവത് കേസരി ഈ വിജയ് എന്ന് പറയുന്ന നടൻ ഏതൊക്കെ പടം റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സാധാരണ ഒരു റീമേക്ക് ഒരു പടത്തിൻ്റെ ഒരാൾ ഒരു റീമേക്ക് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി ആ ഫസ്റ്റ് വന്ന പടത്തിന് തന്നെ ആയിരിക്കും ഒരു പേരെപ്പോഴും. പക്ഷെ വിജയ് അദ്ദേഹം ചെയ്ത റീമേക്ക് പടങ്ങൾക്കെല്ലാം അദ്ദേഹം ചെയ്ത പടങ്ങൾക്ക് ഈക്വലി ആ ഒരു ഒറിജിനലിനേക്കാൾ അല്ലെങ്കിൽ ഒറിജിനലിനോടൊപ്പം തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോക്കിരി ആയിക്കോട്ടെ, ഗില്ലി ആയിക്കോട്ടെ. അതിൽ ഏറ്റവും വലിയത് പറയേണ്ടത് 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന, അതും അമീർ ഖാൻ അഭിനയിച്ച ഒരു പടത്തിന്, നൻപൻ എന്ന് പറയുന്ന പടം. ആ പടത്തിന് പോലും ഒരു മോശം ഒരു പരിധിക്കപ്പുറത്തോട്ട് അങ്ങനെ കമ്പാരിസൺ ഒന്നും വന്നിട്ടില്ല. എന്നാലും വിജയ് അത് ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പടവും ആ റീമേക്ക് എന്ന രീതിയിൽ നല്ലൊരു പടം തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി. അതിനകത്തൊരു അനിയുടെ മ്യൂസിക് കൂടെ വെച്ചിട്ട് പഠിപ്പിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻ്റർവെല്ലിൽ വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു ഫാക്ടറിക്കകത്തൊരു അടി. അത് ആ സെയിം ഫാക്ടറി തന്നെ അവർക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്കൊരു ചെറിയ ഇതുണ്ട്. സാരമില്ല, അദ്ദേഹത്തിന് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് അങ്ങനെ പുറത്തോട്ടൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു ലിമിറ്റഡ് സെറ്റപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അതൊരു സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ടാകാം. എന്നാൽ പോലും വിജയ് എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിനേക്കാൾ ഒരു ബെറ്റർ ഒരു ഫെയർവെൽ സിനിമ വന്നിട്ടില്ല. എങ്ങനെയാണ് അവരത് ട്രീറ്റ് ചെയ്തേക്കെന്ന് അറിയില്ല. എന്നാൽ പോലും ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ഭഗവത് കേസരിയുടെ ലൈൻ തന്നെയാണ്. കഥ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം വിജയ് അദ്ദേഹം ചെയ്തത് എങ്ങനെ വ്യത്യസ്തമാക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ട്വീക്കുകളാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്, അതൊക്കെയാണ് ഈ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ട്രെയിലറും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അത് തന്നെ കഥ അറിയാവുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ എപ്പോഴും ഇത് തന്നെ സെയിം പറയുന്നതെന്ന് വെച്ചാൽ വിജയ് എന്ന് പറയുന്ന നടന് വേറൊരു സെൻഡ് ഓഫ് സെറ്റപ്പ് ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ഫാൻസിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ്. എന്നാൽ പോലും ഈ ഒരു പടം ഒരു ട്രെയിലർ ഭഗവത് കേസരിയുടെ ഒഫീഷ്യൽ റീമേക്കാണെന്ന് കൺഫേം ചെയ്യുന്ന ഒരു ട്രെയിലറാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.